നമസ്കാരം, ഞാൻ ആനന്ദാണ്, അർഫ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഡയമണ്ട് ഇൻചാർജ്. നമ്മൾ സാധാരണ പൊതുവേ ജ്വല്ലറിയിൽ എല്ലാം ഷോറൂമിനകത്ത് വെച്ചാണ് കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ എടുക്കുന്നത്. നമ്മളിന്ന് തമിഴ്നാട് കുളച്ചിലോട്ട് ചെറിയൊരു യാത്ര പോവുകയാണ്. കസ്റ്റമേഴ്സിൻ്റെ വീട്ടിൽ സർപ്രൈസ് വിസിറ്റായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഷോറൂമിൻ്റെ ബ്രാഞ്ച് മാനേജറായ അൻഷാദ് സാറും അതേപോലെ അസിസ്റ്റൻറ്റ് മാനേജറായ അരുൺ സാറും ഉണ്ട്. അൻഷാദ് മാനേജർ കൈമാറും. ഹായ് ഫ്രണ്ട്സ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. പൊതുവേ അർഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കുറേ വെറൈറ്റി കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പം നമ്മൾ ഈ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്ന സമയത്ത് ഷോറൂമിൽ വെച്ച് നമ്മൾ പൊതുവെ ചോദിക്കാറുണ്ട് നമ്മുടെ സർവീസ് എങ്ങനെ, നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സ് അതിൻ്റെ റിവ്യൂ ഒക്കെ പറയാറുണ്ട്. പക്ഷേ ഇത് നമ്മളെ കുളച്ചൽ നമ്മുടെ ASMൻ്റെ കെയർ ഓഫിൽ വന്ന 2 കല്യാണ പാർട്ടീസാണ്. അപ്പോൾ കുളച്ചൽ എന്ന് പറയാൻ നേരത്തെ ഏകദേശം എല്ലാവർക്കും അറിയാം, നമ്മുടെ തമിഴ്നാട്ടിലാണ് ആദ്യത്തെ ഡിസ്ട്രിക്റ്റാണ് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കുളച്ചൽ. കാരണം ഇനിയിപ്പോൾ കുളച്ചലിൽ നിന്നൊരു 30 കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് ഏകദേശം കഴിഞ്ഞു. അപ്പോൾ അത്ര ദൂരത്തോളം ഏകദേശം ഒരു 150-160 കിലോമീറ്റർ സഞ്ചരിച്ച് നാഗർകോവിൽ, കന്യാകുമാരി, മാർത്താണ്ഡം ഇതെല്ലാം ഇങ്ങനെയുള്ള പ്രധാന സിറ്റികൾ ഉണ്ടായിട്ട് പോലും അവർ നമ്മുടെ അർഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്ത് വന്ന് ആ 2 കല്യാണ പാർട്ടീസും ആരൊക്കെയായിരുന്നു അവരുടെ പേരെന്താ? ദീർഘില്ലും മണിയണ്ണൻ സാർ. ഈ 2 കസ്റ്റമറും നമ്മൾ പറഞ്ഞ ഒരു പണിക്കൂലിയുടെ പേരിൽ അവർ അവിടെ നിന്ന് തമിഴ്നാട് നിന്ന് ഇത്രയും ദൂരം സഞ്ചരിച്ച് അവർ പറഞ്ഞ ഇതിൽ തന്നെ വന്നു, ഗോൾഡ് പർച്ചേസ് ചെയ്തു. അവർ വലിയ ഹാപ്പിയാണ്. അവർ ഈ തുടർന്നുള്ള പർച്ചേസും നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ നമ്മൾ അവർക്കൊരു സർപ്രൈസ് വിസിറ്റായിട്ട് നമ്മൾ അവരെ വീട്ടിലോട്ട് യാത്ര പോവുകയാണ്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അവർ വന്നതിലും നമ്മുടെ ഷോപ്പിൽ വിസിറ്റ് ചെയ്ത് ഓർണമെൻറ്റ്സ് പർച്ചേസ് ചെയ്യുന്നതിലും വളരെ സന്തോഷമുണ്ട്. നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നായിരുന്നാലും എല്ലാവിധ ഇതിനും കാര്യങ്ങൾക്കും അവർ നല്ല രീതിയിലുള്ള സഹകരണമാണ് അവർ കാഴ്ചവെച്ചത്. നന്ദിപൂർവ്വം ഓർക്കുന്നു. ഇതിൽ അവർ ഈ പ്രധാന സിറ്റി പ്രത്യേകിച്ച് നാഗർകോവിലൊന്നും ഇല്ലാത്ത ജ്വല്ലറികളില്ല. എല്ലാ ബ്രാൻഡഡ് കമ്പനീസും നാഗർകോവിലുണ്ട്. അപ്പോൾ ഈ കസ്റ്റമേഴ്സെല്ലാം മുമ്പ് അവിടെ നിന്നൊക്കെ ഒരുപാട് സ്വർണ്ണം വാങ്ങിയവരാണ്. അപ്പോൾ ഞാൻ ഷോറൂമിൻ്റെ പേരൊന്നും എടുത്ത് പറയുന്നില്ല. യാദൃശ്യമായിട്ട് നമ്മൾ അസിസ്റ്റൻറ്റ് മാനേജർ അവിടെ പോയി മാർക്കറ്റ് എക്സിക്യൂട്ടീവിനൂടെ പോയി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു എങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഷോപ്പിലൊന്ന് വരാൻ പറഞ്ഞു. വന്നു. അപ്പോൾ ഏകദേശം അവരൊക്കെ 2 പേരും ഏകദേശം 100ഓളം പവൻ നമ്മുടെ ഷോറൂമിൽ നിന്ന് വാങ്ങി. ഇപ്പോൾ അവരെ ക്ഷണം സ്വീകരിച്ചു. കാരണം കല്യാണം കഴിഞ്ഞിട്ടിപ്പം 2 വീടുകളിൽ ഒരു 3, 4, 5 ദിവസമായി. അപ്പോൾ ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ അവരെ നമ്മളെ വിളിച്ചിരിക്കുകയാണ് വീട്ടിലോട്ട്, ഒന്ന് വരണം, ഒരു ടീ കുടിക്കണം, അല്ലെങ്കിൽ കൂടെ ഒന്ന് വരണം. അപ്പോൾ അവരെ ക്ഷണം സ്വീകരിച്ച് നമ്മൾ ആദ്യമായിട്ട് പോവുകയാണ്. അർഫ ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള നിമിഷമാണ്. കാരണം എന്ന് പറയുമ്പം വാക്ക് പറയുക, വാക്ക് പാലിക്കാൻ പറ്റുക, അതിൽ കസ്റ്റമർ ഹാപ്പി ആവുക. അപ്പം കഴിഞ്ഞ 25 വർഷം കൊണ്ടുള്ള നമ്മുടെ ജേർണിയാണ് ഈ അർഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അട്ടക്കുളങ്ങരയിൽ. വിശ്വസ്തം, അത് വെറും പരസ്യമല്ല, പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ വൈകിട്ട് തന്നെ നമ്മൾ അവരെ വീട്ടിലോട്ട് പോകുന്നത്. അപ്പം ബാക്കിയുള്ള വിശേഷങ്ങൾ അവിടെ പോയിട്ട് പറയാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ സാറ് പറഞ്ഞതുപോലെ നമുക്ക് കുളച്ചിൽ വെച്ച് കാണാം. मेरी राम वाह बोरी राम वाह मेरी राम वाह बोरी राम. നമസ്കാരം. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള നമ്മുടെ കല്യാണ പാർട്ടി, നമ്മുടെ മണിയണ്ണൻ ചേട്ടൻ്റെ ഫാമിലി. സാർ, നമ്മുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? നമ്മുടെ ഷോപ്പിൽ വന്ന് ഇത്രയും സ്വർണം സാർ പർച്ചേസ് ചെയ്തു. ഇത്രയും നമ്മുടെ തമിഴ്നാട്ടിൽ ഇത്രയും ഷോപ്പുകൾ ഉണ്ടായിട്ട് സാർ എന്തുകൊണ്ടാണ് നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യേണ്ട കാരണവും പിന്നെ നമ്മുടെ സർവീസ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്നൊന്ന് ജസ്റ്റ് ഒന്നൊന്ന് പറയാം. ഇവിടെ നിന്ന് അവിടെ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ ലേബർ കൂലി ചേതാരം എല്ലാം വളരെ കുറവ്. അതുകൊണ്ടാണ് നമ്മൾ തമിഴ്നാട് തള്ളിയിട്ട് കേരളത്തിൽ വന്ന് നമ്മൾ പർച്ചേസ് ചെയ്തത്.
നമ്മുടെ സ്റ്റാഫിൻ്റെയൊക്കെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സാർ? നല്ല അടിപൊളി നല്ല സർവീസാണ്. പക്ഷേ ഇത്രയും ഷോപ്പ് നമ്മൾ കയറി ഇറങ്ങിയിട്ടുണ്ട്, ഇതുപോലെ ഒരു സർവീസ് ഇല്ല. നല്ല സർവീസായിരുന്നു, നല്ല സന്തോഷമായിരുന്നു സർവീസ്. മാഡം കൂടെ രണ്ട് വാക്കൊന്ന് പറയാമോ നമ്മുടെ അർഫയെ കുറിച്ച്, നമ്മുടെ ജ്വല്ലറിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ? ചേട്ടൻ പറഞ്ഞതുപോലെയാണ്, എല്ലാം നല്ല സർവീസായിരുന്നു. ഇനിയപ്പം നമ്മുടെ തുറന്നുള്ള പർച്ചേസും കാര്യങ്ങളൊക്കെ നമ്മുടെ ട്രിവാൻഡ്രത്ത് നമ്മുടെ അർഫ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നായിരിക്കുമോ? തീർച്ചയായും നമുക്ക് അത്രയും നല്ല ഒരു സർവീസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ ഇനിയുള്ള പർച്ചേസിങ് കമ്പ്യൂട്ടർ ഇനി മോൻ്റെ കല്യാണത്തിനായാലും ശരി അവിടെ നിന്ന് തന്നെ, അതിൽ യാതൊരു മാറ്റവുമില്ല. വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും തുറന്നുള്ള പർച്ചേസ് നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെ വരണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. തീർച്ചയായും. ഓക്കെ, താങ്ക് യു.